പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, ടെക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലേക്ക് പോകുന്ന വഴിക്ക് കോരാണിയിൽ നിന്ന് റൈഡിലേക്ക് പോകുമ്പോൾ മുടപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിഥി രാവിലെ വീട്ടിൽ അലമാരയ്ക്കകത്ത് വന്ന് കയറി റെസ്റ്റ് എടുക്കുന്നു. അല്ലെങ്കിൽ അലമാര എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്ലാസ്സൊക്കെ വെക്കുന്ന നല്ല തുണി വെക്കുന്ന അലമാര. അപ്പോൾ അലമാരയ്ക്കകത്ത് വന്ന് ഗ്ലാസ് എടുത്ത് ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് കുടിക്കാൻ വേണ്ടി ഗ്ലാസ് എടുക്കാനായിട്ട് വന്നപ്പോൾ ആ വീട്ടിലെ മാമൻ കണ്ടതെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അവളുടെ അമ്മ കണ്ടതെന്നും പറഞ്ഞ് വിളിച്ചു. എന്തായാലും നമ്മൾ ആ അതിഥിയെ തേടി നമ്മൾ ആ സ്ഥലത്ത് എത്തി. എന്തായാലും അമ്മ പറയുന്നത് വലിയ ഈ നീളവും ഈ കനവും ഉള്ള അതിഥി എന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെ ടിക്കറ്റ് വെച്ചാണ് ഇവർ ടിക്കറ്റ് വെച്ച് 10 രൂപ ടിക്കറ്റിനാണ് ആൾക്കാരെ കയറ്റി അലമരയ്ക്കകത്ത് നിന്ന് ഈ പാമ്പിനെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ആ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും അത്ര വലിയ ഒരു അതിഥി ആയതുകൊണ്ട് അവർക്ക് കാണാൻ കഴിയാത്ത, ഗ്ലാസിൻ്റെ പുറകിൽ ഇരുന്നപ്പോൾ കാണാൻ കഴിയാത്ത അത്രയും വലിയ അതിഥി ആയതുകൊണ്ട് എല്ലാവരും കണ്ട് മതിയാക്കി തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ഥലത്തെത്തി. നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം ആ അലമാരയ്ക്കകത്ത് വെയിൽ കൊള്ളാതെ റെസ്റ്റ് എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനായിരിക്കുന്ന അതിഥി ആരാണെന്ന്. രാജവെമ്പാലയാണോ, മൂർഖനാണോ, ശംഖുവരയനാണോ, അല്ലെങ്കിൽ ഇനി നമ്മൾ കണ്ടിട്ടില്ലാത്ത ചേരയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. അലമാരയ്ക്കകത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വലിയ അതിഥിയൊന്നും ആയിരിക്കില്ല. മിക്കവാറും ചുവർ പാമ്പോ അല്ലെങ്കിൽ ചുരുട്ടാന്നറിയപ്പെടുന്ന പാമ്പോ അല്ലെങ്കിൽ കാട്ടുപാമ്പോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. എന്തായാലും സമയങ്ങളില്ല, പോകാം നമുക്ക് ആ അലമാരയ്ക്കകത്തിരിക്കുന്ന അതിഥിയുടെ അടുത്തേക്ക്. എന്തായാലും ഇവിടെ വന്ന് ഈ സംഭവമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ നമ്മൾ എന്താ പറയുക, ചില വീട്ടിലൊക്കെ സ്വർണ്ണമൊക്കെ നമ്മൾ സേഫിനകത്ത് വെച്ച് അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കും പോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അലമാരയൊക്കെ അടച്ച് കല്ലൊക്കെ വെച്ച് ഗ്യാപ്പൊക്കെ ഫില്ലായി കെട്ടി നല്ല ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമുക്ക് അതിൻ്റെ വാതിലൊന്ന് തുറന്ന് നോക്കാം എന്താണ് അതിൽ നിന്ന്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ചുരുട്ടിയാവാനേ സാധ്യതയുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. അതിമുഖം എന്നുള്ള സാധനം അല്ല, പതിമുഖം അല്ലല്ലോ ഇത്, അതിമധുരം. സൂപ്പർ സാധനം. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ നീളവും ഈ കനവുമുള്ള ഒരു അതിഥിയാണ്. അദ്ദേഹത്തിന് നമുക്ക് കാണാം, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് രാജവെമ്പാല ഒന്നുമല്ല, ചുവർ പാമ്പ്. നമ്മുടെ പ്രേക്ഷകർ കുറേ നാളുകൊണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്, എന്താ സുരേഷ് ഏട്ടാ മറ്റ് ഈ മൂർഖനെയും ചേരയും മാത്രമേ കാണിക്കുന്നുള്ളൂ, അണലിയെ കാണിക്കുന്നു, എന്തുകൊണ്ടാണ് ചുവർ പാമ്പിനെയും ശംഖുവരേനെ കാണിക്കും? ഞാൻ പഴയ എപ്പിസോഡുള്ളതുകൊണ്ട് അതുപോലെ ഇനിയും ഇങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഏത് സാഹചര്യങ്ങളിൽ ഇരിക്കുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇതാ കാണാം, നല്ല ഒരു ഒഴിഞ്ഞ ഒരു അലമാര, അമ്മ പാത്രമൊക്കെ വെച്ചിരിക്കുന്ന അലമാരയാണ്. ഇതായിരിക്കുന്നു അതിഥി. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ആ പാവ അതിഥിയെ നമുക്കിങ്ങനെ കയ്യിലെടുക്കാം. എടുത്തിട്ട് ഒരു പ്രത്യേകത കൂടി ഉള്ളത് നമുക്ക് കാണാം. ഇതിൻ്റെ കടി നമുക്ക് കാണാം. ഇത് കടിക്കുന്നത് നമുക്ക് നന്നായിട്ട് കടിക്കുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ മുറിയും, വേറെ അപകടമൊന്നും ഉണ്ടാവുന്നില്ല. ഒന്നുകൂടി നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ കടി. നന്നായിട്ട് കടിക്കുന്നു. അഥവാ കടിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ല. ഇത് ചുവരി പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. ഇത് വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. അതുമാത്രമല്ല ഇത് ശംഖുവരയനല്ല. ശംഖുവരൻ്റെ കളർ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നല്ല ടാർ ഉരുക്കിയാൽ ഉണ്ടാകുന്ന അതേ കളറിൽ
ചെറിയ വെള്ളവരകൾ, തല ഉരുണ്ടിരിക്കുന്നു, വാലറ്റം വരെ വരകളുള്ളതാണ് ശംഖുവരയൻ. ഇത് ചുവരപ്പാമ്പ് എന്നറിയപ്പെടുന്നത്, ചുരുട്ടാന്നറിയപ്പെടുന്നത്, ചുരുട്ടാന്നറിയപ്പെടുന്നില്ല, സാധാ ചുരുട്ടാന്നറിയപ്പെടുന്ന അതിഥിയാണ്. കടിക്കുന്നു, കൈക്കകത്ത് കടിച്ചു, അത് മുറിഞ്ഞു, പുറത്തും കടിച്ചു, പുറത്ത് കടിച്ചിട്ട് മുറിഞ്ഞ് ബ്ലഡ് വരുന്നില്ല. പക്ഷേ എന്നാലും ഒന്നുകൂടി നമുക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും നമ്മുടെ കേരളീയർക്ക് ഒരു തെറ്റായ ഇങ്ങനെ കടിക്കുന്നൊരു പ്രവണതയുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഡെറ്റോളോ കാരാംശമുള്ള സോപ്പ് ഉപയോഗിച്ച മുറിവ് നന്നായിട്ട് കഴുകി കളയുക. പക്ഷേ പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയാം. നമ്മളെപ്പോഴുള്ളൊരു ഡെറ്റോളോ സോപ്പ് ഒഴിച്ച് കഴുകി കളയാൻ പറയുമ്പോഴത്തേക്ക് അല്ല മുറുക്കൻ പാമ്പിൻ്റെ കടിയും വാങ്ങിയിട്ട് ഡെറ്റോളോ സോപ്പൊന്നും ഒഴിച്ച് കഴുകി കളയാൻ ഇരിക്കരുത്. ചുവരപ്പാമ്പിൻ്റെയോ കാട്ടുപാമ്പിൻ്റെയോ ചേരയുടെയോ പച്ചിലപ്പാമ്പിൻ്റെയോ കൊമ്പ് കയറി പാമ്പ് എന്നറിയപ്പെടുന്ന വില്ലൂന്നിയുടെയോ പിന്നെ ഓരക്കുളൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെയോ ആറ്റുവായൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെയോ ഒക്കെ കടിയേറ്റാൽ മെഡിസിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ അറിയുക, ഇത് ഏകദേശം 6 വയസ്സിനടുത്ത് പ്രായം വരുന്ന അമ്മ ചുവർ പാമ്പ് അഥവാ പെൺ ചുരുട്ടയാണ്. അദ്ദേഹം കഴിഞ്ഞ ഈ അടുത്ത സമയങ്ങളിൽ 2 മാസത്തിനകത്ത് മുട്ട എവിടെയോ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ട്. 2 മാസത്തിലേറെയായി കാണും മുട്ട നിക്ഷേപിച്ചിട്ട്. 2 മാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനൊരു പ്രശ്നമുള്ളത് വൈറൽ ഇൻഫെക്ഷൻ എന്തോ ഉണ്ട്. എൻ്റെ മോഷൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കാണുന്നത്. മോഷൻ്റെ പ്രത്യേകത മോഷനിൽ നല്ല അല്ലെങ്കിലും ചുവർപ്പാമ്പിൻ്റെ മോഷന് നല്ല സ്മെല്ലാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു കട്ടി കൂടിയിട്ടുള്ളൊരു ലൂസായിട്ട് വരുന്നൊരു ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് വൈറൽ ഇൻഫെക്ഷൻ എന്തോ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടുത്തെ അമ്മ വളർത്തിയ രാജവെമ്പാലയുമായി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് ഈ അമ്മയോടും ഇവിടുത്തെ ആൾക്കാരുടെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് ഉള്ളൂർ, കൊച്ചുള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട്. കാവടിയൊക്കെ നടക്കുന്ന ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്ത്. ആ ക്ഷേത്രത്തിലെ ശാന്തിയുടെ വീട്ടിൽ നായ്ക്കൂട്ടിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയ സുഹൃത്ത് വിളിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, ടീം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ആ സ്ഥലത്തെത്തി. നമുക്ക് പോകാം. ആ നായ്ക്കൂട്ടിനകത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ, അതേ നമ്മുടെ പ്രേക്ഷകർ സ്ഥിരം പരിചയപ്പെടുന്ന അതിഥിയാണോ എന്ന് നോക്കാം. പക്ഷേ ഒരു സന്തോഷമുള്ളത്, കഴിഞ്ഞ ദിവസം ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി ആലപ്പുഴ ജില്ലയിൽ നിന്നപ്പോൾ അവിടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, സുരേഷ് ചേട്ടന് പാമ്പിനെ പിടിക്കാൻ പോകുന്നത് മാത്രം കാണിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, കാട്ടിക്കൊണ്ട് വിടുന്നതൊന്നും കാണിക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇന്ന് പിടിക്കുന്ന അതുപോലത്തെ മുറുക്കനെ തന്നെയാണ് നാളെയും പിടിക്കുന്നത്. കാട്ടിപ്പോൾ നമ്മൾ പിടിക്കുന്ന പാമ്പുകൾ എന്ത് ചെയ്യുന്നു എന്ന് ആൾക്കാർക്കറിയില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. പിടിക്കുന്ന പാമ്പുകളെല്ലാം ഉൾവനങ്ങളിൽ കാടുകളിൽ കൊണ്ട് വിടുന്നു എന്നുള്ളത് കൂടി നമ്മൾ വിഷ്വൽ രൂപത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ കാട്ടി പോകുന്നതെന്ന് അവരോട് പറഞ്ഞു. എന്നാൽ നമ്മൾ സമയം കളഞ്ഞാൽ പോകാം. നമുക്ക് തിരുമേനിയുടെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയെ നമുക്കൊന്ന് കാണാം, പരിചയപ്പെടാം. എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി. അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നായ്ക്കൂട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല തറയിൽ നല്ല ടൈലൊക്കെ ഇട്ട് കണ്ണാടി പോലെ ആക്കിയിരിക്കുന്ന നായ്ക്ക് കിടക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്യുന്നുണ്ട് തിരുവേരി. എന്തായാലും നമ്മൾ അതിഥിയെ നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ നായ്ക്ക് കിടക്കാനായി ഒരു ചെറിയ അരിക്കിറ്റ് അവിടെ വിരിച്ചിട്ടുണ്ട്. ആ അരിക്കിറ്റിൻ്റെ അടിയിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ അതിഥി. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് സർപ്പങ്ങളെ അല്ലെങ്കിൽ മൂർഖന്മാരെ അല്ലെങ്കിൽ നാഗങ്ങളെ ഒരുപാട് പ്രാവശ്യം പരിചയപ്പെട്ടുണ്ട്, ഒരുപാട്
സർപ്പങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് അത്യപൂർവമൊന്നുമല്ല. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇവിടെ നിന്നൊക്കെ ഒരുപാട് മൂർഖൻ പാമ്പുകളെ ഇവരുടെയൊക്കെ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് പിടികൂടിയിട്ടുണ്ട്. ഇത് കുഞ്ഞൻ അതിഥി, ഒരു 6-7 മാസത്തിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയാണ്. അമ്മ അതിഥി 7 മാസത്തിനടുത്ത് മാത്രമേ പ്രായമുള്ളൂ. മൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന, നാഗ എന്നറിയപ്പെടുന്ന, അല്ലാത്തൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് ഈ പേരുകൾ ആവർത്തിക്കാറുണ്ട്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തു നിന്ന് പോത്തൻകോടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ചേങ്കോട്ട് കുണമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു കോഴിക്കൂട്ടിനകത്ത് കയറി ഒരു പാമ്പ് 2 മുട്ട വിഴുങ്ങിയിട്ട് ആ മുട്ട കക്കിയിട്ട് അല്ലെങ്കിൽ ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ ഒമക്റ്റ് ചെയ്തിട്ട് അത് തൊട്ടടുത്ത് കുറച്ച് വിറവടുക്കി വെച്ചിരിക്കുന്നതിനിടയിൽ കയറി എന്നാണ് ഇവിടുത്തെ ഒരു അമ്മയും ഒരു മുതിർന്ന ആളും വിളിച്ച് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഈ സ്ഥലത്തെത്തി, സമയം കളയുന്നില്ല. ഈ വീട്ടിൻ്റെ പിന്നിൽ പറമ്പിൻ്റെ പുറകിലാണ് ആ അതിഥി ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അവിടെയാണ് വിറവ് അടുക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്ന് സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നല്ല പാമ്പുകൾ. എനിക്ക് തോന്നുന്നത് 1-ൽ കൂടുതൽ പാമ്പുകൾ ഈ വീട്ടിലുണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പാമ്പും ചേനയൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ സംഭവമൊന്നുമല്ല. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി, ആ വീട്ടിൻ്റെ പിന്നിലെത്തി നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ യാത്രയിലെ വ്യത്യസ്തനായ അതിഥിയാണോ എന്നറിയില്ല. എന്തായാലും വ്യത്യസ്തനല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നതിലും വീണ്ടും കാണുവാനാണ് താല്പര്യം കൂടുതൽ. എന്തായാലും നമ്മൾ പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നമ്മുടെ യാത്രയുടെ ഇന്നത്തെ ദിവസം എനിക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള ജോലി കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള ജോലിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കൂട്ടിനകത്ത് നിന്ന് മുട്ടയെ വിഴുങ്ങിയിട്ട് മുട്ട ഛർദ്ദിച്ചിട്ട് ഈ വലയ്ക്കകത്തൂടെ ഈ വിറവിനിടയ്ക്ക് ഇറങ്ങിയെന്നാണ് ഇവൻ്റെ മാമൻ കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ജോലി ആരംഭിക്കാം. എന്തായാലും നമ്മൾ ഈ ഷെഡിലിരുന്ന വിറവിൻ്റെ ഒരു കാൽഭാഗം മാറ്റി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമൊന്നും കാണുന്നില്ല, പക്ഷേ വേറൊരാളുടെ സാന്നിധ്യം കണ്ടു. നമ്മുടെ കേരളീയർ അല്ലെങ്കിൽ മലയാളികളുടെ കഥകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അരണ, 2 വലിയ അരണകളെ കാണാൻ കഴിയും. കേരളത്തിൽ നമ്മുടെ അമ്മമാർ, നമ്മുടെ മുത്തശ്ശിമാർ ഇന്നും പറയുന്നത് അരണയ്ക്ക് മാണിക്യമുണ്ട്, അരണയ്ക്ക് കല്ല് എന്നൊരു സാധനമുണ്ട്, അത് വിലയുള്ളതല്ല. അത് നമ്മുടെ കേരളത്തിൽ മീനിൻ്റെ കല്ല് പോലെ അരണയ്ക്ക് കല്ല് എന്നുണ്ട്, അത് വിലയുള്ള സാധനം. അതുപോലെ ഈ അരണകൾ കടിച്ചാൽ ഉടനെ മരിക്കുമെന്നാണ് നമ്മുടെ പൂർവികർ പറയുന്നത്. അരണ 100 പ്രാവശ്യം കടിച്ചാലും ആൾ മരിക്കില്ല, അരണ മരിക്കും. കാരണം വൃത്തികെട്ട സ്വഭാവവും നല്ല ചതിയും വഞ്ചനയും നിറഞ്ഞ മനസ്സുമായിട്ട് നടക്കുന്ന മനുഷ്യനെ ഈ സാധുജീവി വനമില്ലാത്ത അരണയുടെ കടിയേറ്റാൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കും. മനുഷ്യനൊരൊന്നും സംഭവിക്കാൻ പോലെ. അരണയ്ക്ക് വനമില്ല. 2 വലിയ അരണകളെ നമുക്ക് ഇതിനകത്ത് കണ്ടു. ചിലപ്പോൾ ഈ വിറവ് ബാക്കിയും കൂടി മാറ്റുമ്പോൾ, ബാലൻസും കൂടി മാറ്റുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ചിലപ്പോൾ നമ്മുടെ അതിഥിയെ കാണും. പക്ഷേ സാധാരണ വലിയ അരണകളുള്ള സ്ഥലങ്ങളിൽ മൂർഖൻ പാമ്പുകൾ വന്നാൽ അരണയെ മൂർഖൻ ഭക്ഷിക്കുന്നത് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വലിയ അരണകൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, ബാക്കി വിറവും കൂടെ മാറ്റി, അല്ലെങ്കിൽ ബാക്കി ഈ വേസ്റ്റും കൂടെ മാറ്റി നോക്കാം ഇതിനകത്ത് അദ്ദേഹം ഉണ്ട്.
എന്തായാലും ഇവിടുത്തെ ഈ സെക്ഷൻ ഈ ഏരിയയിൽ കണ്ട വിറക് മുഴുവൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. പക്ഷേ നോക്കിയപ്പോഴാണ് അടുത്ത് ചോറിൻ്റെ അടിയിൽ അകത്തേക്കൊരു ഹോൾ കിടക്കുന്നുണ്ട്. മിക്കവാറും അതിനകത്ത് കയറിയിരിക്കാം. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ കാണാം. എന്തായിരിക്കുന്നു നമ്മുടെ ഒരു കുഞ്ഞൻ അതിഥി, കുഞ്ഞു മൂർഖൻ കാണുന്നു. നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അതിഥിയെ നമുക്ക് ഈ ഇടുങ്ങിയ ബാത്റൂമിൽ നിന്ന്, ടോയ്ലറ്റിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എന്തായാലും വളരെ ഒത്തിരി കഷ്ടപ്പെട്ടുവെങ്കിലും നമുക്ക് ഇന്നത്തെ യാത്രയിൽ വളരെ നഷ്ടമില്ലാത്തൊരു അതിഥി തന്നെയാണ്. ഇത് ഏകദേശം 4.5 അടിയോളം 4.5 അടിക്കേറെ നീളമുള്ള 4.25 അടിയോളം നീളമുള്ള ഒരു മൂർഖൻ പാമ്പാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 4 വയസ്സിനടുത്ത് മാത്രമേ പ്രായം വരികയുള്ളൂ. ഇദ്ദേഹം എന്താ കോഴിക്കൂടിനകത്ത് കയറി 2 കോഴിമുട്ടയും കഴിച്ചിട്ടാണ് ഇദ്ദേഹം റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഇവിടുത്തെ അമ്മയും ഇവിടുത്തെ മാമനും കൂടെ ചേർന്ന് മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് ഓടി എനിക്ക് പണി തരാൻ വേണ്ടിയാണ് അവർ മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചത്. കാരണം ഈ 2 ലോഡ് വിറവ് ഞാൻ ഒറ്റയ്ക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേ ബംഗാളികളെ വിളിച്ച് ഒരു 3 ദിവസം കൊണ്ട് അത് മാറ്റുള്ളായിരുന്നു. ഞാൻ 1 മണിക്കൂർ കൊണ്ട് അത് മാറ്റി തീർത്തു. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.